നമസ്കാരം. ഇന്ത്യയും യൂറോപ്പും ഏകദേശം 2 പതിറ്റാണ്ടു നീണ്ട ചർച്ച. ഒടുവിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടൽ. എല്ലാ വ്യാപാര ഇടപാടുകളുടെയും മാതാവ് എന്ന കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകും. ആ എതിർപ്പാണ് ഇപ്പോൾ തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ ഇരു കക്ഷികളും ഒപ്പിട്ടു. മദർ ഓഫ് ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന കരാർ എണ്ണവാതക മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത്. ആഗോള GDPയുടെ 25% ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നത്. യൂറോപ്പും ഇന്ത്യയും ഈ കരാറിൽ വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് എങ്കിലും പല രാജ്യങ്ങളും ആശങ്കാകുലരാണ്. യൂറോപ്പിനോടും ഇന്ത്യയോടും അമേരിക്ക പരസ്യമായി ഇതിനോടകം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. തുർക്കിയിലെ റജബ് തൊയ്ബ് എൽദോഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ഇത് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എർദോഗൻ ഒരു പ്രധാന വെല്ലുവിളി നേരിടുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. തുർക്കി ടുഡേയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുമായി മെർക്കോസർ ബ്ലോക്കുമായി യൂറോപ്യൻ യൂണിയന്റെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ തുർക്കി വ്യാപാര വിദഗ്ധരിലും വ്യവസായ നേതാക്കളിലും കടുത്ത ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഈ ഇടപാടുകൾ പ്രധാന ആഗോള വിപണികളിൽ തങ്ങളുടെ രാജ്യത്തെ പിന്നിലാക്കിയേക്കാമെന്നാണ് തുർക്കി വ്യാപാര വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കസ്റ്റംസ് യൂണിയന്റെ പരിധിയിലാണ് തുർക്കി തുടരുന്നത്. ഇത് EU സ്വതന്ത്ര വ്യാപാര കരാറുകൾ പങ്കെടുക്കുന്നതിൽ നിന്നും രാജ്യത്തെ തടയുന്നുണ്ട്. അതേസമയം യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ഡെയറും ഇപ്പോൾ ഡൽഹിയിൽ ഇന്ത്യയുമായി ഒരു കരാർ ചർച്ച നടത്തിയിട്ടുണ്ട്. പുതിയ വിപണികളിലേക്കും സാങ്കേതിക വിദ്യയിലേക്കും പരസ്പര പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിലൂടെ 1995 മുതൽ തുർക്കി യൂറോപ്യൻ യൂണിയനുമായി ഒരു കസ്റ്റംസ് യൂണിയന്റെ ഭാഗമാണ്. കസ്റ്റംസ് യൂണിയന്റെ കാലഹരണപ്പെട്ട വ്യാപ്തി കാരണം തുർക്കിക്ക് FDAയിൽ നിന്നും ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്നതാണ് സത്യവും. യൂറോപ്യൻ യൂണിയൻ വിപണിയിൽ തുർക്കിയുടെ ദീർഘകാല മത്സര നേട്ടം കുറഞ്ഞു വരികയാണ്. യൂറോപ്യൻ യൂണിയന്റെ പുതിയ കരാറുകൾ തുർക്കിയുടെ കയറ്റുമതിയെ ബാധിക്കും. പ്രത്യേകിച്ച് രാസവസ്തുക്കൾ, ഇലക്ട്രിക്സ്, ഓട്ടോമേറ്റീവ്, പ്രതിരോധം എന്നിവയുടെ വ്യാവസായിക അടിത്തറയിൽ ഇന്ത്യ തുർക്കിക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് എന്നാണ് തുർക്കിഷ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ മേധാവി വ്യക്തമാക്കുന്നത്. ഇന്ത്യയുമായുള്ള യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ വ്യാപാരത്തിനപ്പുറം ഭൗമ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും തുർക്കിഷ് ഇൻഡസ്ട്രിയൽ ആൻഡ് ബിസിനസ് അസോസിയേഷൻ വ്യക്തമാക്കുകയാണ്. തുർക്കിയെ ഒഴിവാക്കി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ ഭാവിക്ക് ഇത് വഴിയൊരുക്കുമെന്നും അവർ പറയുന്നുണ്ട്.